ഹായ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പേഷ്യൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അടിസ്ഥാനമാക്കിയിട്ട് കുറേ ആളുകൾ കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അതിന് ചെയ്തത്, എത്ര ടൈം എടുത്തു എന്നതിനൊക്കെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇന്നറിയാം. ആ പേഷ്യൻ്റ് യു എസിൽ വെച്ച് ചെയ്തൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത്. 2 വർഷത്തെ കാലാവധി കൊണ്ടിട്ട് ചെയ്തെടുത്തൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയിട്ടായിരുന്നു. പല്ലുകളുടെ വലിപ്പം കൂടുതലും അല്ലെങ്കിൽ ഇംപ്ലാന്റുകളൊക്കെ ചിരിക്കുമ്പോൾ പുറത്തേക്ക് കാണുന്നത് കൊണ്ടിട്ടുള്ള ആകെ ഒരു ബുദ്ധിമുട്ടും, അതുകൊണ്ട് ചിരിക്കാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ വളരെ സങ്കടാവസ്ഥയിലായിരുന്നു ആ പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് എത്തിയത്. നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പഴയ ബ്രിഡ്ജുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു സ്മൈൽ ലൈനും ഗം ലൈനും ഒക്കെ കൊടുത്ത് പുതിയ സിർക്കോണിയ ബ്രിഡ്ജുകൾ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്മൈൽ റീഡിസൈൻ ചെയ്തു. ഇതിനോടൊപ്പം തന്നെ താഴ്ത്ത നിരയിലും നമ്മൾ ഇംപ്ലാന്റുകളും ബ്രിഡ്ജുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വെറും 2 ആഴ്ച കാലാവധി കൊണ്ടിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ ആ പേഷ്യന്റ് നല്ലൊരു സ്മൈൽ ലൈനും പ്രോപ്പറായിട്ടുള്ള ഒരു ഗം ലൈനും ഒരു ബൈറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പേഷ്യന്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടും ഭംഗിയിലും അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുമാണ് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് തിരിച്ചു പോയത്. ചിലപ്പോൾ നമ്മുടെ ചോയ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കില്ലേ.